നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. വെൽക്കം ബാക്ക്. ഇടയ്ക്കിടെ എന്നെ ഇങ്ങനെ കാണാതാവുന്നു ഇപ്പോൾ ശീലമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചില കാര്യങ്ങൾ എത്രയൊക്കെ ഓട്ടോമേറ്റ് ചെയ്താലും എൻ്റെ പ്രസൻസ് ഇല്ലാതെ ഒന്നും അങ്ങോട്ട് സ്മൂത്തായിട്ട് നടക്കുന്നില്ല. എന്താ ഏതാണെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. പറഞ്ഞു തുടങ്ങിയാൽ കുറേ പറയാനുണ്ട്. അതിനോ കുറേ അധികം മെസ്സേജസ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും പ്രോപ്പറായിട്ട് റിപ്ലൈ തരാം. ഇപ്പം നമുക്കിവിടെ ഈ വർഷം റിലീസായ ഒരു അടിപൊളി തമിഴ് മൂവിയുടെ കഥ കേൾക്കാം. ഇന്ദ്രയുടെ കഥയാണിത്. ഇന്ദ്രയാണ് നമ്മുടെ കഥാനായകൻ. ഒരു രാത്രി ആളങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ എന്തൊക്കെയോ ഒരു പ്രത്യേക ശബ്ദം കേട്ട് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ആൾ ഞെട്ടി ഉണർന്നു. വീടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. എന്താണെന്നറിയാൻ പുള്ളിക്കാരൻ ഹോളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി എണീറ്റ് വന്ന് നോക്കിയപ്പോൾ സ്വന്തം വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഇതാരാ, എന്താ സംഭവം എന്നറിയാൻ ആ ശരീരം തിരിച്ചിട്ട് നോക്കിയപ്പോഴോ അത് ഇവൻ തന്നെയായിരുന്നു. നമ്മുടെ കഥാനായകൻ ഇന്ദ്ര തന്നെയാണ് അവിടെ അങ്ങനെ മരിച്ചു കിടക്കുന്നത്. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാതെ ജീവനോട് ഈ ഇന്ദ്ര ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഈ ഇന്ദ്രയ്ക്കും കുത്തേറ്റു. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഈ സിനിമയുടെ കഥ ഓൾറെഡി മലയാളം എക്സ്പ്ലനേഷനൊക്കെ വന്നതാണ്. ആക്ച്വലി എന്നെ കാണാതാവുന്നതിന് മുമ്പേ ഞാനിത് പ്ലാൻ ചെയ്തതാണ്. ബട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ ആയി. ഓൾറെഡി എക്സ്പ്ലനേഷൻ കണ്ടതാണെങ്കിലും തല പോലെ വരുമോ എന്നും വിചാരിച്ച് ഇത് മുഴുവൻ ഞാൻ കണ്ടു. കഥ മുഴുവനായിട്ട് അറ്റവും മൂലവും വിഴുങ്ങാതെ കൃത്യമായിട്ട് ഫുൾ കഥ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പോർഷൻ ഇല്ലേ, ഇന്ദ്രയുടെ വീട്ടിൽ ഇന്ദ്ര തന്നെ അങ്ങനെ കുത്തുകൊണ്ട് വീണ് കിടക്കുന്നതും നമ്മുടെ ഇന്ദ്രയ്ക്ക് കുത്തുകൊള്ളുന്നതും ഒക്കെ, ഇതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആൾ ചെയ്തു പോയ എന്തൊക്കെയോ കാര്യങ്ങൾ ആളെ തന്നെ ഹോണ്ട് ചെയ്യുന്നതോ ആളെ തന്നെ വെറുക്കുന്നതോ എന്തൊക്കെയോ അവിടെ കാണിച്ചു തരുന്നുണ്ട്. ആളുടെ ബാക്ക് സ്റ്റോറി എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്ദ്ര ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആളൊരു പോലീസ് ഇൻസ്പെക്ടറൊക്കെ ആയിരുന്നു. കറന്റ് സസ്പെൻഷനിലാണ്. കയ്യിലിരിപ്പ് കാരണമാവാം. എന്തായാലും ആളുടെ ഭാര്യ ഒന്നും ആളോട് മിണ്ടുന്നില്ല. മുത്തുമണി കായൽ ചേട്ടനോടൊന്നും മിണ്ട് എന്നൊക്കെ പുള്ളിക്കാരൻ കുറേ കെഞ്ചുന്നുണ്ടെങ്കിലും അവൾ മൈൻഡാക്കുന്നില്ല. ഡെയിലി കായലിനെ ഓഫീസിൽ കൊണ്ടുവിടുന്നതൊക്കെ ഇന്ദ്രയാണെങ്കിലും ഇവരുടെ ബന്ധത്തിനിടയിൽ വന്ന വിള്ളലിന് മാറ്റമൊന്നുമില്ല. എല്ലാ ദിവസവും കമ്മീഷണർ ഓഫീസിൽ ചെന്ന് തന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് 1 മാസമായി ഇതുവരെയും തന്നെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള ഓർഡർ വന്നിട്ടില്ല. കമ്മീഷണറെ മീറ്റ് ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇവനോടെന്തോ വ്യക്തിവൈരാഗ്യമുള്ള പോലെയാണ്. അവിടെയുള്ള ഒട്ടുമിക്ക പോലീസുകാർക്കും ഇന്ദ്രയെ ഇഷ്ടമല്ല. ഒന്നുകിൽ ഇവൻ ഓവർ നല്ലവനായിരിക്കാം, അത്രയും പോലീസുകാർക്ക് ഇഷ്ടമല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ ഇവൻ ഭയങ്കര അടിപൊളി പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കേടാവുന്ന എന്തൊക്കെയോ ഇവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കുറഞ്ഞ ശമ്പളത്തിൽ ഒരുമാതിരി അവസ്ഥയിൽ ദിവസവും വെള്ളമടിച്ച് ജീവിതം ഇങ്ങനെ കൈവിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാമല്ലോ. അങ്ങനെ നിരന്തരം മദ്യപിച്ച് ഒരു ദിവസം ഈ കഴപ്പിനുള്ളത് തിരിച്ചു കിട്ടി. കാഴ്ച പോയി. ഓവർ മദ്യപാനം പണി കൊടുത്തു. കണ്ണിലുള്ള ഒപ്റ്റിക്കൽ നെർവ് ഡാമേജ് ആയത്രേ. പാരമ്പര്യം കാരണം ഇങ്ങനെ സംഭവിക്കാം. മറ്റൊരു റീസൺ ഓവർ മദ്യപാനമാണ്. ഇന്ദ്രയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ണ് ദാനം ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ആയതോടെ ഇത്രയും നാൾ എന്തോ കാരണത്താൽ പിണങ്ങിയിരുന്ന ഇവന്റെ ഭാര്യ കായൽ ഇവനോട് മിണ്ടുന്നുണ്ട് എന്നതിലുപരി പുള്ളിക്കാരി ഇവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത ഒരു പേഴ്സണെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമോ ആ രീതിയിൽ അവൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്ദ്രയ്ക്ക് വേണ്ട A to Z കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കുട്ടിയെ പോലെ അവനെ നോക്കുന്നുണ്ട്. ഇതൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അനുഭവിക്കാൻ പറ്റുന്ന ഇന്ദ്ര ഇവൻ ചെയ്ത തെറ്റൊക്കെ പറഞ്ഞ് അവളോട് സോറി ചോദിക്കുന്നൊക്കെ ഉണ്ട്. ഇവന്റെ സസ്പെൻഷന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മദ്യപിച്ച് ഡിപ്പാർട്ട്മെന്റ് വാഹനം ഓടിച്ച് അങ്ങനെ അത് ആക്സിഡന്റ് ആയി. ഒരു പോലീസുകാരന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി. നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്തു. സ്വാഭാവികമായിട്ടും ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവർക്കും ഇവൻ വെറുക്കപ്പെട്ടവനാവുമല്ലോ. ഇനിയിപ്പോൾ ഇന്ദ്രയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ ഐ ഡോണറെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും കായൽ കൂടെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്ദ്രയുടെ ജീവിതവും അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് ഇതേ സമയം ഇതേ നഗരത്തിൽ നാട് മുഴുവൻ നടുക്കിയ ഒരു വലിയ സംഭവം ഉണ്ടാവുന്നുണ്ട്. ഒരു ബ്രൂട്ടൽ കൊലപാതകം. ഇദ്ദേഹത്തെ കണ്ടില്ലേ? ഇദ്ദേഹം തിയേറ്ററിൽ സിനിമ കാണാൻ വന്നതാണ്. സമാധാനമായിട്ട് സിനിമ കാണാമെന്ന് വെച്ചാൽ അതിനുപോലും സമ്മതിക്കാതെ തിയേറ്ററിൽ ഷോ ഇറക്കാൻ വരുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട സീനുകളിൽ പോലും കൂകി വിളിച്ച് വാലച്ച് മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ എണ്ണം. അങ്ങനെ ഒരുത്തം കാരണം ഇദ്ദേഹത്തിന് പടം അങ്ങോട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും വിളിച്ചുകൊണ്ട് വന്ന് തിയേറ്ററിനകത്തിരുന്ന് ചുമ്മാ ചെറുവറ സംസാരിച്ച് മറ്റുള്ളവനെയും ബുദ്ധിമുട്ടിച്ചു. ഇയാൾ കുറേയൊക്കെ ക്ഷമിച്ചു. എന്നിട്ടും പറ്റാതായി പിന്നെ ശല്യമായപ്പോൾ ഇയാൾ പുറകെ ചെന്ന് അവൻ ടോയ്ലറ്റിൽ കയറിയപ്പോൾ അവിടെ ഇട്ട് അവനെ തല്ലിക്കൂട്ടി കത്തിയെടുത്ത് അവന്റെ കൈ മുഴുവൻ അങ്ങ് മുറിച്ചെടുത്ത് അവനെ കൊന്നുകളഞ്ഞു. തിയേറ്ററിൽ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കിയതിന് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഇത്ര ബ്രൂട്ടലായിട്ട് ഒരുത്തിനെ കൊന്നേക്കുന്നു. അതും അയാളുടെ കൈ മുറിച്ചു മാറ്റി അയാളെ കൊന്നു കളഞ്ഞേക്കുന്നു. ഇങ്ങനെയാണത്ര ഇവന്റെ സ്റ്റൈല്. ഇവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ, ചെറിയ രീതിയിലെങ്കിലും ഇവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ ഇവൻ വെറുതെ വിടത്തില്ല. അവരെ കൊന്നിട്ട് അവരുടെ കൈ അറുത്തു മാറ്റും. ഇവനൊരു സീരിയൽ കില്ലറാണ്. മരണപ്പെട്ട വ്യക്തിയുടെ കൈ ഒരു ബസ്സിനുള്ളിൽ നിന്ന് കണ്ടെടുത്തു. ബാക്കി ഭാഗം തിയേറ്ററിനുള്ളിൽ കെട്ടിത്തൂക്കിയിരുന്നു. നാട് മുഴുവൻ വാർത്തയായി. പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ പേടിയായി. നാട്ടിലൊരു ബ്രൂട്ടൽ കില്ലർ ഉണ്ടല്ലോ. പൊതുജനത്തിനിടയിൽ അവരിൽ ഒരാളായി അവൻ ഇപ്പോഴും ജീവിക്കുന്നു. അവനെ കണ്ടെത്താനുള്ള അന്വേഷണവും തുടങ്ങി പോലീസ്. ഒരു സൈഡിൽ പോലീസിന്റെ അന്വേഷണമൊക്കെ ഇങ്ങനെ ഊർജിതമായി നടക്കുമ്പോൾ കൊലപാതകി അടുത്ത ആളെയും കൊന്നു. ഒരു സ്ത്രീ. ഈ പുള്ളിക്കാരി ഏത് തരത്തിലാണ് അവനെ ശല്യം ചെയ്തതെന്നറിയില്ല. എന്തായാലും ആദ്യ കൊലപാതകം പോലെ തന്നെ ഇവരെയും കൊന്ന് ഇവരുടെ കൈ അറുത്തു മാറ്റി മറ്റൊരിടത്ത് കൊണ്ടിട്ടു. 2 കൊലപാതകങ്ങളും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അവിടെയും ഇവിടെയും സെയിം പാറ്റേൺ ഉണ്ട്. അതായത് ഇവർ അന്വേഷിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എത്രയും വേഗം അവനെ പിടിച്ചില്ലെങ്കിൽ കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പോലീസിന്റെ ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ. ഓൾറെഡി നടന്ന 2 കൊലപാതകങ്ങളിൽ നിന്ന് ആ കില്ലറിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യമായിട്ടുള്ള തെളിവുകളൊന്നും കിട്ടുന്നില്ല. വലിയൊരു നഗരത്തിൽ കാര്യമായ തെളിവുകളില്ലാതെ കൃത്യമായി
കൃത്യമായി പ്ലാൻ ചെയ്ത് കൊലപാതകം നടത്തുന്ന ഒരു സീരിയൽ കില്ലറെ പിടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. ഒരു ദിവസം രാത്രി നമ്മുടെ ഹീറോ ഇന്ദ്ര ഞെട്ടി എണീറ്റു. ഇവന്റെ കൂടെ കിടന്നുറങ്ങിയിരുന്ന കായൽ ബെഡിലില്ല. ഇവളീ പാതിരാത്രി ഇത് എവിടെ പോയതാണെന്ന് അറിയാൻ പുള്ളിക്കാരൻ എഴുന്നേറ്റ് അങ്ങനെ നടന്നു ചെന്നപ്പോൾ നേരെ അവളുടെ കാലിലാണ് ചെന്നിടിക്കുന്നത്. അതായത് ഇവന്റെ ഭാര്യ കായലിനെ കൊന്നു കെട്ടി തൂക്കിയിരിക്കുകയാണ്. കൊന്നത് മറ്റാരുമല്ല, അതേ സീരിയൽ കില്ലർ തന്നെ. അവളുടെയും ഒരു കൈ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. പോലീസ് എത്തി കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം തുടങ്ങി. ഇവരുടെ ഫ്ളാറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള CCTV വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്തു. ഫ്ളാറ്റിൽ ജീവിക്കുന്നവരൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊല്ലപ്പെടുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായിട്ടോ കൊലപാതകത്തിന് ശേഷം തിരിച്ചു പോയതായിട്ടോ അങ്ങനെയുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പ്രൈവസി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പുറത്തും പാർക്കിങ്ങിലും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും മാത്രമേ ക്യാമറാസ് ഉള്ളൂ. പിന്നെ ക്യാമറയിൽ ഉൾപ്പെടാതെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അതുവഴി ആരെങ്കിലും വരാനും പോകാനുമുള്ള സാധ്യതയുണ്ട്. ഇന്ദ്രയോടും പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരേ വ്യക്തി തന്നെയാണ് കഴിഞ്ഞ 3 കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത്. ഇതുവരെ അവനെ പറ്റി കാര്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്പൊ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ തൊപ്പി തെറിക്കുമെന്നല്ലാതെ എന്തായാലും യുവമാർ ആ സീരിയൽ കില്ലറെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്ന് ഇന്ദ്രയ്ക്കും തോന്നിപ്പോയി. ആൻഡ് ബൈ ദ വേ നമ്മുടെ ഇന്ദ്രയെ ആശ്വസിപ്പിക്കുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, കാളി. ഇത്രയും പോലീസുകാരുടെ കൂട്ടത്തിൽ ഇന്ദ്രയെ അടുത്തറിയാവുന്ന, അവനോട് ഇപ്പോൾ കുറച്ചെങ്കിലും മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരേ ഒരു വ്യക്തി ഇദ്ദേഹം മാത്രമാണ്. കായലിനെ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്ര ഒരുപാട് വിഷമിച്ചു. കേസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഇവന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടെ ഇവൻ തന്നെ കേസ് അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. കാഴ്ചയില്ല, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ അല്ലാത്തതുകൊണ്ട് കേസ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല. ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്റെ ഭാര്യയുടെ കൊലപാതകയെ താൻ എങ്ങനെയും കണ്ടുപിടിക്കുമെന്ന് ഇവൻ തീരുമാനിച്ചുറപ്പിച്ച് കാളിയുടെ കൂടെ സഹായത്തോടെ സീരിയൽ കില്ലറെ പറ്റി കിട്ടാവുന്ന പരമാവധി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഇതിനു മുമ്പ് കൊലപാതകങ്ങൾ നടന്നിടത്തുനിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയ മാക്സിമം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുവാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ, കൊല്ലപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ നേരിട്ട് കണ്ട് അവർക്ക് റീസെന്റ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരുടെ സംശയങ്ങളിലൂടെയും അസാധാരണമായി അവരുടെ ചുറ്റുവട്ടത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളിലൂടെയും അങ്ങനെ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളിൽ നിന്ന് പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രധാന ലീഡ് നമ്മുടെ ഇന്ദ്രയ്ക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ആദ്യം തിയേറ്ററിൽ വെച്ച് കൊലപാതകം നടന്നില്ലേ, അന്ന് അവിടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിക്കാരൻ സംശയാസ്പദമായ ഒരാളെ കണ്ടിരുന്നു. അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഗ്ലാസ് വെച്ച് ഒരുത്തൻ. ഇതേ ആൾ തന്നെയാണ് കൊലപാതകി. രണ്ടാമത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും ആ പുള്ളിക്കാരിയും ഇതുപോലെ തടിയൊക്കെ ഉള്ള ഗ്ലാസ് വെച്ച ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഒരു ദിവസം ആ കൊല്ലപ്പെട്ട സ്ത്രീയും ഈ കുട്ടിയും കൂടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവൻ അപമര്യാദയായി ഇവരോട് പെരുമാറി. ബസ്സിൽ വെച്ച് അവർ റിയാക്ട് ചെയ്തു, സീരിയൽ കില്ലറെ തല്ലി. അതിന്റെ വാശിക്കാണ് ഇവൻ ആ പെണ്ണിനെ കൊന്നുകളയുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, കില്ലർ എവിടെയെങ്കിലും പോയി റാൻഡമായിട്ട് ആരെങ്കിലും തിരഞ്ഞു പിടിച്ച് കൊല്ലുവല്ല, അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളെയാണ് അയാൾ കൊല്ലുന്നത്. അതിപ്പോൾ ഇവനായിട്ടൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിന്റെ പേരിൽ ആരോടെങ്കിലും വാശി തോന്നിയാൽ ഇവൻ കൊന്നുകളയും. അങ്ങനെ ഇരിക്കും ഒരിക്കൽ ഈ സീരിയൽ കില്ലർ ബാറിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വേറൊരുത്തൻ ഇവനെ പറ്റിച്ചു. അവിടുത്തെ അറ്റൻഡർ ആണെന്നുള്ള രീതിയിൽ ഇവന്റെ നിന്ന് പണം വാങ്ങിക്കൊണ്ടുപോയി. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ തർക്കമായി, അടിയായി. സീരിയൽ കില്ലറുമായിട്ട് അടിയുണ്ടാക്കിയത് ഇവിടുത്തെ MLAയുടെ ഡ്രൈവറും. അങ്ങനെ സീരിയൽ കില്ലറെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ അവനെ പൊതിരെ തല്ലുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ കൊന്നുകളയുന്ന ആ ഒരു മനോഭാവമുള്ള ഇവന്റെ അടുത്ത ലക്ഷ്യം ഉറപ്പായും ഈ ഹെഡ് കോൺസ്റ്റബിൾ തന്നെയായിരിക്കും. ഇതിനുശേഷം അടുത്ത ദിവസം നമ്മുടെ ഇന്ദ്രയൊക്കെ കൊലപാതകയുടെ രേഖാചിത്രം വരപ്പിക്കുന്നുണ്ട്. ആ ചിത്രം കണ്ട് നമ്മുടെ കാളി അങ്ങ് ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം കാളി ഇവനെ സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നു. ഉടനടി ഇക്കാര്യം സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. ഹെഡ് കോൺസ്റ്റബിളിനോട് അവനെ വെറുതെ വിടരുതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനോടൊക്കെ അവനെ വിട്ടിരുന്നു. അവൻ അധിക ദൂരം പോയിരിക്കാനുള്ള സാധ്യതയില്ല. അവനെ എത്രയും വേഗം പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ വണ്ടി എടുത്തു പോകുമ്പോൾ അവനായിട്ട് വന്ന് ഹെഡ് കോൺസ്റ്റബിളെ അടിച്ച് താഴെയിട്ടു. സ്റ്റേഷനിൽ വെച്ച് ഇവനെ പുതിരെ തല്ലിയതുകൊണ്ട് കൊല്ലാൻ വന്നതാണ്. ഹെഡ് കോൺസ്റ്റബിൾ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഓടി മാറി നമ്മുടെ കാളിയെ കോൺടാക്ട് ചെയ്ത് അദ്ദേഹം ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഇന്ദ്രയും കാളിയും അവിടെ എത്തി. കാളി ബാക്കപ്പ് അറേഞ്ച് ചെയ്യാൻ പോയപ്പോൾ കില്ലറെ വെറുതെ വിടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് അവനെ നേരിടാൻ പോയെന്നേ. കണ്ണ് കാണാൻ പറ്റാത്ത ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ കുറെ അടി കൊള്ളുന്നുണ്ടെങ്കിലും ശബ്ദം ഉപയോഗിച്ച് സീരിയൽ കില്ലർ ചലിക്കുന്ന ശബ്ദം മനസ്സിലാക്കി അങ്ങനെ അവനെ അടിച്ചിട്ടുമാണ് നമ്മുടെ ഹീറോ. ദെൻ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. തല്ലിപ്പിഴിഞ്ഞൊരു പരുവമാക്കി അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ 3-4 ആളുകളെ അല്ല കൊന്നിരിക്കുന്നത്, 28 പേരെ കൊന്നിട്ടുണ്ടെന്ന്. അതിൽ അവസാന കുറച്ച് കൊലപാതകങ്ങൾ മാത്രമേ കൈ വെട്ടിമാറ്റി വേറൊരിടത്ത് കൊണ്ടിട്ടുള്ളൂ എന്ന്. അതിനു മുമ്പ് ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾക്കൊന്നും ഇനഫ് അറ്റൻഷൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ കൈ മുറിച്ചു മാറ്റി മറ്റൊരിടത്ത് കൊണ്ടിടാൻ തുടങ്ങിയതോടെ അറ്റൻഷൻ ഒരുപാട് കിട്ടി. മീഡിയാസ് ഒക്കെ ഇതങ്ങ് പൊലിപ്പിക്കാൻ തുടങ്ങി. ആദ്യം ഇവന് വല്ലാത്തൊരു ഹരമായി. പിന്നെ ഇങ്ങോട്ട് ചെയ്ത കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെയാണ്. കൊന്നിട്ട് അവരുടെ കൈ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ടിടും. വളരെ ചെറിയ പ്രായം മുതൽ ഈ കൊലപാതകം തുടങ്ങിയതാണ്. കണക്ക് മാഷിനെ കൊന്നാണ് തുടങ്ങിയത്. പിന്നെ ഇങ്ങോട്ട് ലൈഫിൽ ഇവനെ ആരൊക്കെ ശല്യം ചെയ്തിട്ടുണ്ടോ അവരെയൊക്കെ തീർത്തിട്ടുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണി കൃത്യമായി പറഞ്ഞു കൊടുത്തു. എന്നാൽ നമ്മുടെ ഹീറോയുടെ വൈഫ് കായലിനെ കൊന്നത് ഇവനല്ലാന്ന് ഇവൻ പറയുന്നുണ്ട്. ഇതുവരെ ചെയ്തിട്ടുള്ള സകല കൊലപാതകങ്ങളും എണ്ണി പറഞ്ഞ് സമ്മതിക്കുന്ന ഇവൻ ഇതിലൊരു കൊലപാതകം മാത്രം നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നത് സത്യമായിരിക്കണമല്ലോ. ഇന്ദിരയുടെ വൈഫ് കായലിനെ ഇവൻ അറിയുക പോലുമില്ല. അവളുടെ കൊലപാതകവുമായിട്ട് ഇവൻ യാതൊരു പങ്കുമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവൻ ഫോളോ ചെയ്തു വരുന്ന അതേ പാറ്റേണിൽ മറ്റാരോ അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം കേട്ട് ഇന്ദിര ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാവുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് തന്റെ ഭാര്യയുടെ കൊലപാതകി എന്ന് കരുതി ഇവനെ കണ്ടുപിടിച്ചപ്പോൾ ഇവനല്ല അവളെ കൊന്നത് എന്ന് പറയുന്നു. കില്ലറിനെ ജയിലിലേക്ക് മാറ്റി കഴിഞ്ഞ് നമ്മുടെ ഹീറോ ജയിലിൽ ചെന്ന് കില്ലറിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴും കായലിനെ കൊന്നത് അവനാണെന്ന് അവൻ സമ്മതിക്കുന്നില്ല. ബാക്കി എല്ലാ കൊലപാതകവും ചെയ്തത് അവനാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും കായലിന്റെ കൊലപാതകത്തിൽ അവന് യാതൊരു പങ്കുമില്ലെന്ന്. ഇന്ദിര ഒരുമാതിരി ഇക്കാര്യത്തിൽ ഭയങ്കര ഒബ്സസ്ഡായി പില്ലറിന് പുറകെ പിന്നെയും വരുന്നത് കണ്ട് ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്തൊക്കെയോ സംശയം തോന്നി അദ്ദേഹം ഇന്ദിരയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഇന്ദിരയ്ക്ക് സസ്പെൻഷൻ കിട്ടുന്നതിന് മുമ്പ് ഇന്ദിരയുടെ വീട്ടിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വേലക്കാരി പെണ്ണ് അവിടെ നിന്നോ വിലപ്പെട്ട സാധനം
സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. തുടർന്ന് ആ പെൺകുട്ടിയെ പറ്റിയായി പോലീസിന്റെ അന്വേഷണം. പോലീസ് ആ പെൺകുട്ടി ജീവിച്ചിരുന്ന പ്രദേശത്തൊക്കെ ചെന്ന് ആ കുട്ടിയെ പറ്റി അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും അവളെ നല്ല മതിപ്പാണ്. അവളൊരു പാവം കുട്ടിയാണ്, എല്ലാവരോടും നല്ല രീതിയിലേ പെരുമാറാറുള്ളൂ. അന്ന് ഇന്ദ്രയുടെ വീട്ടിൽ അവൾ ജോലിക്ക് പോയിരുന്നതൊക്കെ ഇവർക്കറിയാം. എന്നാൽ ഒരു കാരണവശാലും അവൾ അങ്ങനെ മോഷ്ടിക്കത്തില്ല, അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ല എന്നാണ് അവളെ അറിയാവുന്നവരൊക്കെ പറയുന്നത്. ഇവരൊക്കെ പറഞ്ഞ ആ പെൺകുട്ടിയാണ് ഇവൾ മതി. മതി എന്നാണ് കുട്ടിയുടെ പേര്. ഇന്ദ്രയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം അവളെപ്പറ്റി യാതൊരു ഇൻഫോർമേഷനും ഇല്ല. ഇന്ദ്രയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ വിലപ്പെട്ട സാധനങ്ങൾ അടിച്ചു മാറ്റി അവൾ എങ്ങോട്ടോ പോയി എന്നാണ് അവസാനമായിട്ട് അറിയാൻ സാധിച്ചത്. അന്ന് പോലീസ് ഈ ഒരു കേസ് അന്വേഷിച്ചിരുന്നെങ്കിലും പോലീസിനും എങ്ങും എത്താൻ സാധിച്ചില്ല, മതിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ മതി എവിടെയാണ്, ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയില്ല. സീരിയൽ കില്ലർ കേസ് അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഇപ്പോൾ മതിയുടെ കേസും റീഓപ്പൺ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഇതേ സമയം വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ഇന്ദ്രയ്ക്ക് കട്ടിലിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടി. പുള്ളി എടുത്തു നോക്കിയപ്പോൾ അതൊരു കൈയായിരുന്നു. പേടിച്ച് കുറച്ചവൻ താഴെ വീണെന്നേ. കാരണം ആ കട്ടിലുണ്ടായിരുന്നത് ഇവന്റെ ഭാര്യ കായലിന്റെ കൈയാണ്. ഇന്ദ്രയ്ക്ക് ഒരുമാതിരി അങ്ങ് പേടിയായി. വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നു. അവൻ ഓടി ചെന്ന് സ്പീക്കറൊക്കെ തല്ലിപ്പൊട്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുമ്പോൾ വാതിൽ തനിയെ അടഞ്ഞു പോവാണ്. കാഴ്ചയില്ല, എന്താ ചുറ്റുപാടും സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. സഹായത്തിന് ഒരു മനുഷ്യൻ പോലും ഇല്ല. ആകെ വീടിനകത്ത് പെട്ടുപോയ അവസ്ഥ. ഇന്ദ്ര ഓടി ചെന്ന് ഗണ്ണെടുത്ത് ശബ്ദം കേൾക്കുന്നിടത്തോട്ടൊക്കെ വെടിവെക്കുന്നുണ്ടെങ്കിലും വീടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്ന ഒരുത്തൻ നമ്മുടെ ഇന്ദ്രയെ അടിച്ചു വീഴ്ത്തുവാണ്. ഇതാരാ തന്നെ ഇങ്ങനെ അടിക്കുന്നത്, എന്താ വേണ്ടെന്നൊക്കെ ഇന്ദ്ര ചോദിച്ചപ്പോൾ അവൻ മതിയുടെ പേര് പറഞ്ഞു. ഇതേ സമയം തന്നെ ഇൻസ്പെക്ടറൊക്കെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് മതിയുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നുണ്ട്. അവൾ മരിച്ചിരുന്നു. അവളുടെ ശവം കുഴിച്ചിട്ട സ്ഥലം തോണ്ടി അസ്ഥികൂടം കണ്ടെടുത്തു. സോ എന്തൊക്കെയാണ് സംഭവിച്ചത്? മതിക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ദ്രയെ അടിച്ചിട്ട് അവൻ ആരാണ്? എങ്ങനെയാണ് മതി മരണപ്പെട്ടത്? മതിയുടെ മരണവും നമ്മുടെ ഹീറോ ഇന്ദ്രയും അവന്റെ ഭാര്യ കായലുമായിട്ടൊക്കെ എന്ത് ബന്ധം? എല്ലാം വിശദമായി മനസ്സിലാക്കാം. അതിന് നമുക്ക് മതിയുടെ സ്റ്റോറി കേൾക്കണം. മതി ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവളെ അറിയാവുന്നവർക്കൊക്കെ അവളെ വലിയ കാര്യമാണ്. അവളുടെ ബോയ് ഫ്രണ്ടാണ് ഇവൻ ഭദ്ര. ഇവർക്ക് രണ്ടാൾക്കും വേണ്ടപ്പെട്ടവരായിട്ട് ആരും തന്നെയില്ല. ഭദ്ര മറ്റേതോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവനാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടി. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാണ്. മതി നമ്മുടെ ഇന്ദ്രയുടെയും കായലിന്റെയും ഫ്ലാറ്റിൽ വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നു. മതി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഭദ്ര മറ്റാരും ശ്രദ്ധിക്കാതെ ഇന്ദ്രയുടെ ഫ്ലാറ്റിൽ വലിഞ്ഞു കയറി ചെല്ലും. CCTV ക്യാമിലൊന്നും പെടാതെ അവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടല്ലോ, ആ ബ്ലൈൻഡ് സ്പോട്ടിലൂടെ കൃത്യമായി ഇവൻ വലിഞ്ഞു കയറി മുകളിൽ ചെല്ലും. വീട്ടിൽ നിന്ന് പണമോ വിലപിടിപ്പുള്ള എന്തെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല. മതിയോടുള്ള ഇഷ്ടം കാരണം ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാണ്. മറ്റൊരാളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നത് തെറ്റാണ്. എന്നാലും പുള്ളിക്കാരിയോടുള്ള ഇഷ്ടം കാരണം ഇങ്ങനെയൊക്കെ വലിഞ്ഞു കയറി ചെല്ലാറുണ്ട്. ചെറിയ പ്രായം മുതലേ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഭദ്ര ജീവിച്ച് വന്നിട്ടുള്ളത്. ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. അന്ന് അവനോടൊപ്പം അവൻ്റെ അമ്മയുണ്ടായിരുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു ക്യാമ്പിലായിരുന്നു. അവിടെയും ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി. ഒരിക്കൽ വിശന്ന് വലഞ്ഞ് അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ ഭക്ഷണം മോഷ്ടിച്ചു. എന്നാൽ അതിൻ്റെ പേരിൽ കൊടിയ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവനെ തല്ലിപ്പിഴിഞ്ഞൊരു പരുവമാക്കി. അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് അവന് പോലീസിനെ പേടിയാണ്. പോലീസ് യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ സ്റ്റക്കായി നിന്നു പോകും. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. പോലീസിനെ കണ്ടാൽ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കയ്യും കാലും അനങ്ങാതെ വിറങ്ങലിച്ച് നിന്നു പോകും. ഇത്ര വലിയൊരു ട്രോമ അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മതി അവനെ അത്ര കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ വീക്ക്നെസ്, പേടികളൊക്കെ മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകെ പതിവ് പോലെ വീണ്ടും ഒരു ദിവസം മതി ജോലി ചെയ്യുന്ന ഇന്ദ്രയുടെ വീട്ടിൽ ഭദ്രയും വന്ന് കയറി. ഇവനോട് ഇങ്ങനെയൊന്നും ഇങ്ങോട്ട് വരരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കത്തില്ല. അവളെ കാണണമെന്ന് തോന്നുമ്പോൾ നേരെ ഇങ്ങോട്ട് വരും. എന്നാ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ലൈഫ് എങ്ങനെയായിരിക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇന്ദ്ര വീട്ടിലോട്ട് വന്നു. ഇന്ദ്ര വന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഇവൻ അവിടുന്ന് പുറത്തു പോകാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. അധികം ആലോചിക്കാതെ വീട്ടിലുള്ള ഒരു കബോർഡിൽ കയറി അങ്ങ് ഒളിച്ചു. ഇന്ദ്ര കാണരുതല്ലോ. ഇന്ദ്ര തിരിച്ചു പോയി കഴിഞ്ഞ് ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാമെന്ന് കരുതി. ദെൻ നമ്മുടെ മതി ഡോർ തുറന്നു. ഇന്ദ്ര വീടിനകത്ത് കയറി വന്നു. പുള്ളിക്കാരനാണെങ്കിൽ പോലീസ് യൂണിഫോമിലായിരുന്നു. പോലീസ് യൂണിഫോമിൽ ഇന്ദ്രയെ കണ്ടതും ഭദ്ര അങ്ങ് സ്റ്റക്കായി പോയി. എപ്പോൾ പോലീസിനെ കണ്ടാലും വരുന്ന പോലെ ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ അങ്ങനെ സ്റ്റക്കായി നിന്നു പോവാണ്. ആ സമയം ഇന്ദ്രയും എന്തൊക്കെയോ ടെൻഷനിലായിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചു. വാഹനം ഇടിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോലാഹലങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. മതിയോട് ബിയർ ബോട്ടിൽ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഭദ്ര വീട്ടിലുള്ളത് കൊണ്ട് അവനെ കാണുമെന്നുള്ള പേടിയിൽ അവൾ ഇങ്ങനെ പതിയെ ബിയർ ബോട്ടിലൊക്കെ എടുത്ത് പേടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ അവളുടെ സൈഡിലെ മിസ്റ്റേക്ക് കാരണം ബിയർ ബോട്ടിൽ താഴെ വീണ് പൊട്ടി. ആകെ ടെൻഷനിലായിരുന്ന ഇന്ദ്ര ചാടി എണീറ്റ് മതിയെ ഒരൊറ്റയടി. അടിച്ചടിയിൽ അവൾ തലയിടിച്ച് താഴെ വീണ് സ്പോട്ടിൽ തന്നെ മരിച്ചു. ആക്ച്വലി കൊല്ലപ്പെട്ടു. അവൾ മരിക്കാൻ കാരണം നമ്മുടെ ഇന്ദ്രയാണ്. ഇതൊക്കെ ഭദ്ര കാണുന്നുണ്ടെങ്കിലും അവൻ അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഒരുമാതിരി സ്റ്റക്കായ ആ അവസ്ഥയിലായിരുന്നു അവൻ. മതി മരിച്ചു എന്ന് മനസ്സിലാക്കി ഇന്ദ്ര ഒരുമാതിരി അവസ്ഥയിൽ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് കായലും അങ്ങോട്ട് വരുന്നത്. ഓൾറെഡി മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ആയി അതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇനി നിൽക്കുകയാണ്. ആ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു കൊലപാതകം കൂടെ. ഇത് പുറത്തറിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഇവൻ ജയിലാവും, ഇവനെ ഡിസ്മിസ് ചെയ്യും, എല്ലാം തീരും. ഈ സംഭവങ്ങളൊക്കെ പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകുന്ന മനസ്സിലാക്കിയ കായലാവട്ടെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇത് ഒതുക്കി തീർക്കാൻ പറയുവാണ്. ഈ വേലക്കാരി പെണ്ണ് മതിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് ആരും തന്നെ ഇല്ലല്ലോ. ഇവള് ഒരു അനാഥയാണ്. ആരും ചോദിച്ചും പറഞ്ഞൊന്നും വരാൻ പോകുന്നില്ല. ഇവള് വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ഇന്നൊരു കേസ് കൊടുക്കാം, അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം. മറ്റാരും അറിയാതെ ഇവളുടെ ഡെഡ് ബോഡി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടേക്കാൻ പറയുവാണ് കായൽ. ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഭദ്ര ഇങ്ങനെ കാണുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവരറിഞ്ഞില്ല. മതിയുടെ കൊലപാതക ശേഷം ഇത്രയും നാളും ഭദ്ര ഇന്ദ്രയുടെയും കായലിന്റെയും വീട്ടിലായിരുന്നു. അവരറിയാതെ അവരോടൊപ്പം അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ. എല്ലാ ദിവസവും അവരെ നിരീക്ഷിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരറിയാതെ അവരിൽ ഒരാളായി ജീവിച്ച് അവരോട് പ്രതികാരം ചെയ്യാൻ തയ്യാറെടുക്കുമായിരുന്നു. നമ്മുടെ ഇന്ദ്രയുടെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം ഓവർ മദ്യപാനമല്ല, അതും ഒരു കാരണമാണ്. എന്നാൽ അത് മാത്രമല്ല റീസൺ. അവൻ മദ്യപിക്കാൻ വെച്ചിരുന്ന ഡ്രിങ്ക്സിൽ അതും ഇതുമൊക്കെ കലക്കി അങ്ങനെ അവന്റെ കാഴ്ച
കാഴ്ച കളയുകയാണ് ചെയ്തത്. ഒറ്റയടിക്ക് ഇന്ദ്രയെ കൊല്ലാനുള്ള ഉദ്ദേശം. ഓരോ നിമിഷവും അവനെ നരകിപ്പിക്കണം. അവന്റെ കാഴ്ച കളഞ്ഞു. അവൻ ഏറ്റവും വേണ്ടപ്പെട്ട, അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അവന്റെ ഭാര്യ കായലിനെ കൊന്നു. അതും ആ സീരിയൽ കില്ലർ കൊല്ലുന്ന അതേ രീതിയിൽ അവളെ കൊന്ന് അവളുടെ കൈ അറുത്തു മാറ്റി കേസ് ആ വഴിക്ക് പോകാൻ വേണ്ടി. കായലിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടപ്പോൾ നമ്മുടെ ഇന്ദ്ര അവളുടെ കാലിൽ പിടിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് അലറി വിളിച്ച് കരയുന്നതൊക്കെ ഇവൻ ഇങ്ങനെ അടുത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഇന്ദ്രയുടെ വേദനകളൊക്കെ ഭദ്ര ആസ്വദിക്കുമായിരുന്നു. ഓരോ നിമിഷവും അവനിങ്ങനെ ചത്ത് ജീവിക്കുന്നത് എൻജോയ് ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, താനാണ് ഇതിന്റെയൊക്കെ പുറകിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇന്ദ്രയെ കൂടെ തല്ലി കൊല്ലാൻ ശ്രമിക്കുകയാണ് ഭദ്ര. ഇന്ദ്രയും തിരിച്ചടിക്കുന്നുണ്ട്. കിട്ടിയ ചാൻസ് ഒന്നും അവനും വിട്ടുകളയുന്നില്ല. ഭദ്രയെ കൊല്ലാൻ ഇന്ദ്രയ്ക്ക് നല്ലൊരു അവസരം കിട്ടിയെങ്കിലും അവൻ വിട്ടുകളഞ്ഞു. ഇത്രയൊക്കെ പ്രശ്നമായത് ഇന്ദ്രയുടെ ദേഷ്യം കാരണമല്ലേ? അവന്റെ ദേഷ്യം അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അന്ന് ഒരു നിമിഷം ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ മതി കൊല്ലപ്പെടില്ലായിരുന്നു. കായലും ഇവനോടൊപ്പം ഉണ്ടായേനെ. ഇങ്ങനെയൊക്കെ ആവാൻ കാരണം തന്റെ മിസ്റ്റേക്കാണ്. താനിപ്പോൾ ഭദ്രയെ കൊന്നെന്ന് വെച്ച് കഴിഞ്ഞാലും അതുകൊണ്ട് അവന് കായലിനെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇനി മുന്നോട്ട് അവന്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ല. ഭദ്രയ്ക്ക് ഇന്ദ്രയെ കൊന്നെങ്കിൽ മാത്രമേ സന്തോഷം കിട്ടത്തുള്ളെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്ര നിന്നു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായാൽ ആഴ്ചകൾ കഴിഞ്ഞു. നമ്മുടെ ഇന്ദ്രയ്ക്ക് ഐഡോണ്ടറെ കിട്ടി, കാഴ്ച തിരിച്ചു കിട്ടി. അവസാന നിമിഷം എല്ലാം തന്റെ തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ട് ഭദ്ര ഇവനെ വെറുതെ വിട്ടു. ദെൻ ഫ്ലാറ്റ് മാറി ഇന്ദ്ര ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ മതി കേസ് റീഓപ്പൺ ചെയ്ത ഇൻസ്പെക്ടർ ഇവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. ആൾക്ക് ഇവനെ തന്നെയാണ് സംശയം. ഇവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ആൾ കരുതുന്നു. സ്ട്രോങ് എവിഡൻസ് ഒന്നുമില്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു തീർന്നാലും പോലീസുകാർക്ക് ആ കേസ് അങ്ങനെയും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ കേസിൽ അന്വേഷണം തുടരുമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരികെ പോകുന്നത്. ഇപ്പൊ എന്തായാലും വീട് ഷിഫ്റ്റ് ചെയ്യുമല്ലേ? പുറത്തിറങ്ങി വരുന്ന നമ്മുടെ ഇന്ദ്രയെ പിക്ക് ചെയ്യാൻ കാളി വരുന്നുണ്ട്. ഇന്ദ്ര കാറിൽ കയറുന്നതിന് മുമ്പ് ചുറ്റുപാട് നോക്കുമ്പോൾ ദേ അവിടെ ഭദ്ര ഇവനെ നോക്കി നിൽക്കുന്നത് കാണാം. ഇവനെ കൊന്നില്ലെന്നേ ഉള്ളൂ, ലൈഫ് ലോങ് ഇവനെ നരകിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ചെയ്ത തെറ്റിന് ജീവിതകാലം മുഴുവൻ ഇവൻ ചത്ത് ജീവിക്കണം, അത് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് മാത്രമാണ് ഇവനെ കൊല്ലാതെ വിട്ടുകളഞ്ഞത്. ഇന്ദ്രയ്ക്കും ഇവിടെ ഒരു വോയിസ് ഇല്ല, വേറൊന്നും ചെയ്യാനില്ല. പറ്റിപ്പോയ തെറ്റിന് അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഇന്ദ്രയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു പടം? ഈ ആഴ്ചയിലെ ഹൈപ്പിംഗ് തീർന്നിട്ടില്ലെങ്കിൽ ഹൈപ്പ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതല്ലെങ്കിൽ ഇൻസ്റ്റ ID നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചും അറിയിക്കാം. എന്നെ ഒരു 2-3 ആഴ്ച കാണാതായപ്പോൾ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ആക്ച്വലി അത്രയും മെസ്സേജ് നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാത്തത്. എല്ലാ മെസ്സേജും നോക്കും, റിപ്ലൈ തരും. ആരെയും ഒഴിവാക്കുന്നതായിട്ടൊന്നും വിചാരിക്കില്ലേ. നമ്മളങ്ങനെ ചെയ്യൂല, നിങ്ങൾക്കറിയാലോ. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളെയല്ല. ഇനിയിപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വരാം.